എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. അനിൽ വെണിയൂർ സാറാണ് കൂടെയുള്ളത്. സർ നമസ്കാരം. സർ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് തന്നെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൈകൊടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ പോലൊരു രാഷ്ട്രം അഫ്ഗാനിസ്ഥാന് എയ്ഡ് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ കൂട്ടം അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുകയും അവിടെ അവരൊരു മിലീഷ്യ ഭരണം ആണ് ഇപ്പോഴും ഉള്ളത്. അവർക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഭരണകൂടമോ ജനാധിപത്യ വ്യവസ്ഥയോ ഇല്ല. സ്ത്രീവിരുദ്ധതയുടെ എല്ലാ അർത്ഥത്തിലും സ്ത്രീവിരുദ്ധത മാത്രം സംസാരിക്കുകയും അതിനനുസരിച്ച് സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ നിയമം അനുസരിച്ച് നടക്കുന്ന ഒരു ഭരണകൂടത്തിന് ഇന്ത്യ പോലൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി കൈകൊടുക്കുന്നുണ്ട്. ഇതിൽ പല പെർസെപ്ഷൻ വരുന്നുണ്ട്. ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള ഇന്ത്യയുടെ പുതിയ ഫോറിൻ പോളിസിയുടെ ഭാഗമാണെന്നും പാകിസ്ഥാനോടുള്ള നമ്മുടെ ഒരു കൗണ്ടർ ടെററിസത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോഴും കുറച്ച് ആശങ്കകൾ കൂടി ബാക്കിയാവുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ ഈ ഒരു പുതിയ സ്ട്രാറ്റജി? നമ്മൾ ഒരു പ്രോവർബായിട്ട് പറയാണ്ട് രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളില്ല. അതുപോലെ ഡിപ്ലോമാറ്റിക്കലും ഇൻ്റർനാഷണൽ അറേനയിലും നമ്മൾ സ്ഥിരമായിട്ട് ശത്രുക്കളില്ല. ഒരു സമയത്ത് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് അമേരിക്ക നമ്മുടെ ശത്രുപക്ഷത്തായിരുന്നു. പിന്നീട് മൈ ഫ്രണ്ട് എന്ന് ട്രംപിന് വിളിക്കേണ്ടി വന്ന ഒരു ഗതികളിലോട്ട് ഇന്ത്യ പൊങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പോലുള്ളൊരു രാജ്യങ്ങൾക്ക് പോലും പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ പോളിസി ഷിഫ്റ്റ് പലപ്പോഴും വേണ്ടി വരും. അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മാറിയേ പറ്റും. ഇപ്പോൾ താലിബാൻ ഗവൺമെൻറ്റിനെ എമിറേറ്റ്സ് എന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ എമിറേറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ എമിറേറ്റ്സിനെ ഇന്ത്യ ഇന്ന് വരെയും ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവിടെ നമ്മുടെ ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് തൽക്കാലം മറക്കാനും പറ്റത്തില്ല, മറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ പക്ഷേ ചില കാര്യങ്ങളിൽ അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുമായിട്ട് നമ്മൾ പുരാണകാലം തൊട്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു, ഗാന്ധാര ദേശമായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കെതിരായിട്ട് 85 തൊട്ട് 2000 വരെ 2005 വരെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ഒരു ബേസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനായിരുന്നു. ഇന്ത്യൻ വിമാനം റാഞ്ചി അവർ കാണ്ഡഹാറിലാണ് കൊണ്ടിറക്കിയത്. അപ്പോൾ ആ സമയത്ത് അവർ ഒരു ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ എപ്പോഴും മറ്റ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഇന്ത്യ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അത് അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ അവർ ഇന്ത്യ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ആൾക്കാരെ പേടിപ്പിക്കും. സൗദി പോലുള്ള രാജ്യങ്ങളെടുത്തും അഫ്ഗാൻ്റെ അടുത്തും പോയിട്ട് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. യഥാർത്ഥത്തിൽ അവർ നമ്മളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഇന്ത്യ ഇതുവരെയും നമ്മൾ സംയമനം വിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ എയർ ചീഫ് പറയുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമേ ഞങ്ങളുടെ കണ്ണിലും മനസ്സിലും ടാർഗറ്റിലും ഉണ്ടായിരുന്നുള്ളൂ. അവർ റിട്ടാലിയേറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അവരുടെ എയർബേസുകൾ നമുക്ക് ആക്രമിക്കേണ്ടി വന്നത്. കാര്യം ആ രാജ്യത്തോടോ ആ രാജ്യത്തെ പട്ടാളത്തോടോ അല്ല നമുക്കുള്ള വിരോധം. അപ്പോൾ നമുക്ക് അതേപോലെ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ജനതയോടോ അവിടുത്തെ ഗവൺമെൻറ്റിനോടോ അല്ല നമുക്കുള്ള വിരോധം. അവിടെ നിലനിൽക്കുന്ന രീതികളോടാണ് നമുക്കുള്ള വിരോധം. ആ രീതികൾ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യ ഏകദേശം $3 ബില്യൺ അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് നമ്മൾ എപ്പോഴും കൊടുത്തിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനിൽ തന്നെ ഭൂകമ്പം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മാനുഷിക പരിഗണന, അതൊരു ഇന്ത്യയുടെ ഒരു ഹിന്ദു കൾച്ചറാണ്. മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ അവർക്ക് എയ്ഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുർക്കിക്ക് നമ്മൾ എയ്ഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം 1000 കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 200 സ്കൂളുകൾ നമ്മൾ കെട്ടിക്കൊടുത്തു. അവരുടെ പാർലമെൻറ്റ് കെട്ടിടം നമ്മൾ കെട്ടിക്കൊടുത്തു. ഇനി എത്ര ആശുപത്രികൾ കെട്ടിയിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളൊന്നും ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുള്ള കണക്കിൽ അനുസരിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും നമ്മുടെ ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സഹായം നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രത്തിന് കൊടുത്തു. അത് ഈ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഒരു ബോർഡർ കൺട്രിയാണ് നിയമപ്രകാരം. പക്ഷേ ഈ ഡുറൻഡ് ലൈൻ എന്ന് പറയുന്ന ആ പോർഷനിൽ വരുന്ന ഭാഗം പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റഡ് ജമ്മു ആൻഡ് കാശ്മീരിനകത്താണ് നിലനിൽക്കുന്നത്. നമുക്കും അഫ്ഗാനിസ്ഥാനുമായിട്ട് റോഡ് ഗതാഗതത്തിനും റെയിൽ ഗതാഗതത്തിനും ഒന്നും പറ്റാത്തത് ഈ പോർഷൻ പാകിസ്ഥാനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ടാണ്, അഫ്ഗാനിസ്ഥാൻ്റെ തോളിൽ തോക്ക് വെച്ചിട്ടാണ് അവർ എപ്പോഴും ഇന്ത്യ ഫയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇടയുന്ന ഒരവസ്ഥയിലോട്ടാണ് പോയത്. കാര്യം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയ്ക്കുള്ള മലനിരകൾ ഗോത്രവർഗ്ഗക്കാരുടെ ട്രൈബൽ വാർലോഡ്സിൻ്റെ കയ്യിലാണ്. ഈ രണ്ട് സർക്കാരിൻ്റെയും കയ്യിലല്ല അവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പുകഞ്ഞു വരുന്ന തീവ്രവാദം പാകിസ്ഥാൻ്റെ അതിര് അഫ്ഗാനിസ്ഥാനും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ അവർ ശത്രുക്കളായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ അപേക്ഷിച്ചിട്ട് ഒരു സഹിക്കാൻ പറ്റുന്ന ഒരു ശത്രുവാണ് അഫ്ഗാനിസ്ഥാൻ. ശത്രു എന്ന് പറയുന്നില്ല,
പാകിസ്ഥാനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. ഈ ജനുവരിയിൽ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ശ്രീ മിസ്രി ഇപ്പോൾ വന്ന അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ബന്ധങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഒരു അസിസ്റ്റൻസിൻ്റെ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അത് മാറ്റിയിട്ട് അതിനൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എംബസി ആക്കണം എന്നുള്ള ഒരു രീതിക്കാണ് അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എഗ്രി ടു ഡിസഗ്രി എന്ന് പറയാം. ചില കാര്യങ്ങൾ നമ്മൾ ഡിസഗ്രി ചെയ്യുന്നു. അവിടുത്തെ വിമൻ്റെ സ്റ്റാറ്റസ്, അവിടുത്തെ ഡെമോക്രസി, ആ ചില കാര്യങ്ങൾ നമ്മൾ വിയോജിക്കുന്നുണ്ട്. പക്ഷേ വി എഗ്രി ടു സർട്ടൻ പോയിന്റ്സ് വെയർ വി ക്യാൻ എഗ്രി. അത് നമ്മൾ ഹ്യൂമൻ ഇതായാലും ശരി, എഡ്യൂക്കേഷൻ സപ്പോർട്ടായാലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയാലും ശരി, അതൊക്കെ നമ്മൾ അഫ്ഗാനിസ്ഥാന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത് ഈ സത്യത്തിൽ പാകിസ്ഥാൻ വെച്ചൊരു അള്ള് എന്ന രീതിയിലാണ് പലപ്പോഴും ഇപ്പോഴും കാണുന്നൊരു മൊത്തത്തിലുള്ളൊരു അനാലിസിസ് വരുന്നത്. ഇതെങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യ റിലേഷൻഷിപ്പിനെ ബാധിക്കുക, അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റാണ് ഇന്ത്യക്ക് കിട്ടുക? അല്ല, ഇന്നലെയും ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ട് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇദ്ദേഹത്തെ വാൺ ചെയ്തായിരുന്നു. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകരുതെന്നും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടരുതെന്നും അവർ അഫ്ഗാനിസ്ഥാനെ വാൺ ചെയ്യുകയും ചെയ്തു. അവർ ആ ബോർഡർ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഏകദേശം 11ഓളം പേരെ മിനിഞ്ഞാന്ന് കൊല്ലുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചരിത്രം ആവർത്തിക്കുമെന്ന് പറയാം. അത് എന്താ പറയുന്നത്, അതൊരു കോമഡി ആയിട്ട് ആവർത്തിക്കുമെന്ന് പറയാം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇന്ത്യക്കെതിരായിട്ട് മറ്റൊരു മണ്ണിൽ നടക്കുന്ന ഭീകരാക്രമണത്തെ നമ്മൾ ഒരിക്കലും സഹിക്കില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. അതേ വേർഡ് തന്നെ ഷഹബാസ് ഷെരീഫിന് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ത്യ പറഞ്ഞത് പാകിസ്ഥാൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പാകിസ്ഥാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ കോണ്ടെക്സ്റ്റിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണോ ഇത്രയും കാലം ഫേസ് ചെയ്തിരുന്നത് അതേ മരുന്ന് ഇപ്പോഴും അതേ കഷായം പാകിസ്ഥാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പാരഡോക്സ്. പക്ഷേ നെയ്ബറിംഗ് കൺട്രിയോടുള്ള ഒരു വിദ്വേഷം കൊണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ മുത്താക്കി ഇപ്പോൾ ന്യൂഡൽഹിയിൽ അവരുടെ എംബസിയിലിരുന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വനിതാ ജേർണലിസ്റ്റുകളെ അലോ ചെയ്യുന്നില്ല. അപ്പം അത്തരത്തിൽ പോലും ഉള്ളൊരു മാനുഷിക വിരുദ്ധതയുള്ളവർക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു കൗണ്ടർ ടെററിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സാധനമുണ്ട്, അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളതിന് മാത്രമല്ല, പാകിസ്ഥാൻ എന്താണ്, പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ടെററിസത്തിനെയൊക്കെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ തുറന്ന് കാണിക്കുകയും ചെയ്യുമ്പോൾ ഒരു ടെററിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് കൈ കൊടുക്കുമ്പോൾ ഒരു ധാർമ്മികതയുടെ പ്രശ്നം പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അവിടെ നമ്മൾ യോജിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിയോജിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വിയോജിക്കുന്നില്ല എന്നും നമ്മളെ വിയോജിപ്പ് അറിയിക്കുന്നില്ല എന്നുമല്ല. നമ്മളിപ്പോഴും അവിടെ ഒരു കോൺസുലേറ്റ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ അവർ ഇന്ത്യൻ എംബസി ആക്രമിച്ചു, 56ഓളം പേരെ കൊന്നു, 141 പേർക്ക് പരിക്ക് പറ്റി. ആ വേദനയും ആ മുറിവൊന്നും നമുക്ക് ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അവരുമായിട്ട് അവരെ നമ്മൾ അൺഅറ്റാച്ച്ഡായിട്ട് വിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പം നമ്മുടെ കൂടുതൽ ശത്രുക്കളുമായിട്ടായിരിക്കും ചിലപ്പോൾ അവർ അലൈൻ ചെയ്യുന്നത്. അവിടുന്ന് ഇപ്പം ഒരു കോണ്ടെക്സ്റ്റ്, ഇപ്പം അദ്ദേഹം ചോദിച്ചതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇത്രയും കാലം പാകിസ്ഥാനിലെ ഏകദേശം കൈയടക്കി വെച്ചിട്ട് അമേരിക്ക അവിടുന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാലം അത് അമേരിക്കയുടെ കയ്യിലായിരുന്നു. അമേരിക്ക ആ മണ്ണിൽ വെച്ചിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുന്ന് അവർ ഇപ്പോൾ ലെസർ ഈവിൾ എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് അമേരിക്കയും പാകിസ്ഥാനും കൂടെ ചേരുന്നതിനേക്കാളും ലെസർ ഈവിളാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് കരുതിയാൽ മതി. ഈ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാവേണ്ടതാണ് എപ്പോഴും ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പിന്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് എന്തായിരിക്കും മറ്റു തരത്തിൽ, ഇപ്പോൾ നമുക്കറിയാം അതൊരു പുവർ കൺട്രിയാണ്, അവരെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യക്ക് പാകിസ്ഥാന് മേലെ ഒരു കൈയടക്കം അല്ലെങ്കിൽ POK പോലുള്ള പ്രദേശങ്ങളൊക്കെ നോക്കിയാൽ പോലും ഇന്ത്യക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് ഈ ബന്ധം കൊണ്ട്? അല്ല, അത് നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇന്ത്യ ഒരിക്കലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് റെസിപ്രൊക്കേഷൻ ഉദ്ദേശിച്ചിട്ടല്ല. നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ ഒരുപാട് മാഗ്നാനിമസ് ആണ്. നമുക്കറിയാം, ശ്രീലങ്കയിൽ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ശ്രീലങ്കയ്ക്ക് നമ്മൾ ഒരുപാട് എയ്ഡ്സ്, ഒരുപാട് സപ്പോർട്ട് കൊടുത്തു. ശ്രീലങ്ക തകരുന്നൊരവസരം വന്നപ്പോഴത്തേക്ക് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യ കോവിഡ് വാക്സിൻ
രൂപീകരിച്ചപ്പോഴത്തേക്ക് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ചോദിച്ച എല്ലാ പേർക്കും നമ്മൾ വളരെ ലിബറലായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാംസ്കാരികമായിട്ട് തന്നെ നമ്മുടെ പൈതൃകമായിട്ട് തന്നെ നമ്മൾ രാജ്യങ്ങളോടുള്ള നയം വളരെ ഉദാരമായിട്ടുള്ളൊരു നയമാണ്. ആ ഒരു ഉദാരമായിട്ടുള്ള നയം അഫ്ഗാനിസ്ഥാനോട് നമ്മൾ കാണിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്ന് വെച്ചുകൊണ്ട് അവരുടെ ടെററിസത്തെ നമ്മൾ അംഗീകരിക്കുകയോ അതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയോ നമ്മൾ ചെയ്യത്തില്ല. അതിനോട് നമുക്ക് എതിർപ്പ് തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് അവർക്ക് വേണ്ട ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ്, കാര്യം ഇപ്പം സൈന്യത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കുമ്പോഴത്തേക്ക് ശത്രുക്കളെ നമ്മളൊരിക്കലും അവരുടെ മൃതദേഹങ്ങളെ വൈകൃതപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനോട് അവഹേളനം കാണിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ സൈന്യത്തിൻ്റെ കൾച്ചർ തന്നെ ആ ഒരു രീതിയിലാണ്. ശത്രുക്കളെ ബഹുമാനിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ കൾച്ചർ ആദ്യം തൊട്ടേ പോകുന്നത്. ഇപ്പോൾ ശ്രീലങ്ക ആയാലും ഇപ്പം ബംഗ്ലാദേശിനായാലും നാളൊരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ ഇപ്പം ബംഗ്ലാദേശിൻ്റെ അവസ്ഥ പണ്ടേ നമ്മൾ കളിയാക്കി പറയും, നമ്മളൊരു ഡാം തുറന്നാൽ തീരുന്നതേ ഉള്ളൂ ബംഗ്ലാദേശ്. എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ബംഗ്ലാദേശിൽ നമുക്ക് ഇല്ലാതാക്കാം. പക്ഷേ നമ്മൾ ആ ഒരു മാനുഷിക മൂല്യങ്ങൾ വിട്ടിട്ടുള്ള ഒരു നയതന്ത്രം ഇന്ത്യ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ള നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ഫോറിൻ പോളിസി എടുക്കുമ്പോൾ ഇപ്പോൾ നേപ്പാൾ ആയാലും ശരി, പാകിസ്ഥാൻ നേപ്പാളിനെ നമുക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ബേസിൽ വെച്ചിട്ട് ഇന്ത്യക്ക് എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേപ്പാൾ സിറ്റിസൺസിനെ ഇന്ത്യൻ സൈന്യത്തിലോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കൾച്ചർ നമ്മൾ വിട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി റിസ്ക് ഉള്ള ഒരു സംസ്ഥാനം നേപ്പാളാണ്. ഭൂട്ടാനുമായിട്ട് നമ്മളൊരു സാമന്ത രാജ്യത്തിന് കൊടുക്കുന്ന എല്ലാ ഹെൽപ്പും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിപ്ലോമസിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ എല്ലായിടത്തും നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യുക. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള 4 ചുറ്റുമുള്ള എല്ലാവരും ശത്രു രാജ്യങ്ങളാണ്. മിത്രരാജ്യം എന്ന് പറയാൻ ഭൂട്ടാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഇടയ്ക്ക് നമ്മൾ നിൽക്കുകയും നമ്മൾ സർവൈവ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് ഡിപ്ലോമാറ്റിക്കലായിട്ട് ചിലപ്പോൾ നമുക്ക് നല്ല ടൈസ് കീപ്പ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലൊരു സാമ്പത്തിക ഇടനാഴിയുടെ അതിൻ്റെ ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ബലൂച്ച് പ്രവിശ്യയിലുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പെന്ന് പറയുന്നത് തന്നെ ഇങ്ങനൊരു സാമ്പത്തിക ഇടനാഴി വന്നിട്ട് പോലും അവർക്ക് യാതൊരു തരത്തിലുള്ള ബെനഫിറ്റ്സ് പോലും അതിൽ നിന്ന് ലഭ്യമാകുന്നില്ല. മുൻപുള്ള ഒരുപാട് കാരണങ്ങളുമുണ്ട്. എങ്ങനെയായിരിക്കും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ കൈ കൊടുക്കുമ്പോൾ ഈ മൊത്തത്തിലൊരു ഏഷ്യയിൽ വരുന്നൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ചൈനയുമായുള്ള ഇതിപ്പോൾ നമ്മൾ ചൈനയോട് കൈ കൊടുത്ത ഒരു സാഹചര്യം കൂടി അല്ല. ഇപ്പം താരിഫ് പ്രശ്നം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മോശമായിട്ടിരുന്ന ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ബെറ്ററായി. അപ്പം അതുപോലെ ഇത് ഡിപ്ലോമസിയിൽ ഇമ്പോസിബിളായിട്ടൊന്നുമില്ല. ചൈനയുടെ കുറച്ച് ഭാഗം ഇന്ത്യയുടെ കുറച്ച് ഭാഗം ചൈനയുടേതാണ്. ചൈന അതവരുടെ ഒരു രീതിയാണ്, ചൈനയുടെ രീതിയാണ്. അവർ ബുദ്ധിസം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ രാജ്യങ്ങളുമായിട്ടും തർക്കിക്കുക, എല്ലാവരുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടാക്കുക, എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ചൈനീസ് പോളിസി ഉണ്ട്. അത് ഇന്ത്യൻ പോളിസിക്ക് ഏറ്റവും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള അവർക്ക് സ്ഥിരമായിട്ട് ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല. അവർക്ക് സഹായം എവിടുന്ന് കിട്ടും? അവർ റഷ്യയുടെ സഹായം ചോദിക്കുന്നുണ്ട്, ചൈനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു സമയത്ത് ഇപ്പോൾ സൗദിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഖത്തറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ലോകത്ത് എല്ലാ രാജ്യങ്ങളോടും ഭിക്ഷ യാചിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ആ രാജ്യം കിടക്കുന്നത്. ഞാനത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വിഷമം തട്ടിയിട്ടാണ് വന്നത്. നമ്മുടെ സഹോദര രാജ്യമായിരുന്ന ഒരു ഭാഗത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുണ്ടായ വ്യത്യാസമാണ്. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ഒരു ദിവസത്തിന് മുമ്പേ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അവരെവിടെ എത്തി, നമ്മളെവിടെ എത്തിയെന്ന് പറഞ്ഞാൽ, ഞാൻ വേറൊരു മീറ്റിങ്ങിൽ പറഞ്ഞ മാതിരി അനിൽ അംബാനിയും പിന്നെ മുകേഷ് അംബാനിയും തമ്മിലുള്ളൊരു വ്യത്യാസം, രണ്ട് സഹോദരങ്ങളാണ്. സ്വത്ത് കിട്ടിയതെല്ലാം തുല്യമായിട്ടാണ് കിട്ടിയത്. പക്ഷേ അവരതുകൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്നതിന് പകരം അവരെപ്പോഴും അനിമോസിറ്റിയാണ് അവർ മറ്റു രാജ്യങ്ങളുമായിട്ട് പുലർത്തി വന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും പുരോഗതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇന്ത്യ ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാരും ജനങ്ങളും ഒരേ മനസ്സോടെ നിന്നു പൊരുതി. ഈവൻ നമ്മൾ പാകിസ്ഥാൻ്റെ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പോലും നമ്മൾ വിട്ടുകൊടുത്തു. നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുക എന്നുള്ള അത്രയും സ്നേഹം നമ്മൾ കാണിച്ചു. എന്നിട്ടും അവരെപ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം വഷളാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റെപ്പും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ്. ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്ട്രാറ്റജിക്കൽ പാർട്ണർഷിപ്പ്, ജിയോ പൊളിറ്റിക്സിനോടുള്ള ഇന്ത്യയുടെ വിദേശ നയങ്ങളിലുള്ള രൂപീകരണം ഒക്കെ ഇന്ത്യക്ക് എന്തായാലും ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളൊരു ഐഡിയോളജി മുന്നോട്ട് വെച്ചിട്ടാണ്. ഇത് നമുക്ക് തിരിച്ചടിയാകില്ലേ? ഇല്ല. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് മാഗ എന്നാണ് പറഞ്ഞത്, മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് ഇടയ്ക്ക് ഗ്രേറ്റ് അല്ലാതെ എപ്പോഴോ പോയി എന്ന് സമ്മതിക്കും പോലെ ആയിപ്പോയി. പക്ഷേ ഇന്ത്യ എന്നും നിന്ന സ്ഥലത്ത് നിന്നെല്ലാം നമ്മൾ ഏത് സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും 47 തൊട്ട് 2025 നിൽക്കുമ്പോഴത്തേക്ക് ഓരോ സെക്ടറിലും പതുക്കെ ആണെങ്കിലും നമ്മൾ ഓരോ സെക്ടറിലും ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്.
അപ്പം ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അമേരിക്കയിലെ ഇപ്പോൾ ട്രംപ് കടന്ന് ഓടുന്ന പ്രശ്നം മോദിയും സെലൻസ്കിയായിട്ട് ഇരുന്നിരുന്നെങ്കിൽ എന്നേ തീരാവുന്നുള്ളൊരു പ്രശ്നമായിരുന്നു. പക്ഷേ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധങ്ങൾ വിൽക്കുക, അതുവഴി പൈസ ഉണ്ടാക്കുക, അതുവഴി അവരെ രാജ്യം ഗ്രേറ്റ് ആക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവർ നടക്കുന്നത്. അവർ വിദ്വേഷത്തിൻ്റെ വ്യാപാരികളാണ്. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാനുഭൂതിയുടെ വ്യാപാരികളാണ്. ഈ രണ്ടും ബിസിനസ്സാണ്. പക്ഷേ ഈ രണ്ട് ബിസിനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിൽ ചിലപ്പോൾ ഇപ്പം ഇന്നലെ രത്തൻ ടാറ്റ മരിച്ചതിൻ്റെ ഒരു വാർഷികമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനുണ്ട്. അദ്ദേഹത്തിനോട് മരിക്കുന്നതിന് ഒരു 2-3 മാസത്തിന് മുമ്പ് ഒരു പത്രപ്രവർത്തനം ചോദിച്ചതാണ്, അദാനി അംബാനിയൊക്കെ ഈയിടയ്ക്കാണല്ലോ വന്നത്, അവരൊക്കെ ടാറ്റയെക്കാരും വലുതായല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അവർ ബിസിനസ്സുകാരാണ്, ഞങ്ങൾ ഇൻഡസ്ട്രിയലിസ്റ്റാണെന്ന്. അതിൻ്റെ അർത്ഥം എന്നത് ചോദിച്ച ആൾക്ക് നല്ലവണ്ണം ഒരു തല്ലാണ് കിട്ടുന്നത്. കാര്യം അവർ ബിസിനസ്സാണ്. അതായത് നമുക്ക് 10 രൂപയുടെ സാധനം നമുക്ക് 8 രൂപ വിൽക്കാൻ പറ്റുന്ന സാധനം 8 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സുകാരൻ വാങ്ങിക്കുള്ളൂ. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ചിലപ്പോൾ ലാഭം ഉണ്ടായെന്ന് വരും, ഉണ്ടായില്ല എന്ന് വരും. അതിനകത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ഇപ്പം രത്തൻ ടാറ്റയുടെ ആ ഒരു സെൻറ്റൻസ് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട സെൻറ്റൻസാണ്. ഇവർ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരാണ് ബിസിനസ്സുകാർ. അപ്പം ചൈനയും പാകിസ്ഥാനും ഒക്കെ നമ്മൾ ആ അളവിൽ കണ്ടാൽ മതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. നമ്മൾ രാജ്യം രൂപീകരിച്ചുകൊണ്ടും അതിനെ വികസിപ്പിച്ചുകൊണ്ടും വരെയാണ്. ചിലപ്പോൾ അതിനകത്ത് എപ്പോഴും നമുക്ക് ലാഭം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ഇടപാടിലായെങ്കിലും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇടപാടിലായെങ്കിലും എല്ലാം നമുക്ക് ലാഭം ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടേതായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നു. നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി. ഇപ്പം ഗവൺമെൻറ് എത്ര മാറിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒരു സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഗ്രാജുവലായിട്ട് വളർന്നുകൊണ്ടും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നെഹ്റുവിൻ്റെ അതേ പ്രിൻസിപ്പിളല്ല നമ്മളിരിക്കുന്നത്. പക്ഷേ അതേ പ്രിൻസിപ്പിളിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയും പ്രിൻസിപ്പിൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇനിയൊരു കണ്ടിന്യൂറ്റി പറയുകയാണെങ്കിൽ പഴയ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വിദേശ നയങ്ങളും ഒക്കെ രൂപീകരിച്ചുകൊണ്ടിരുന്ന ശ്രീ സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, ആ തലമുറയുടെ മാറ്റം മാത്രം നമ്മൾ അതിനകത്ത് കണ്ടാൽ മതി. തലമുറ മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ പോളിസികളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇന്ത്യക്കട്ട് വരുത്താൻ പറ്റത്തുമില്ല. തീർച്ചയായിട്ടും. എന്തായാലും താലിബാന് ഇന്ത്യ കൈകൊടുക്കുക എന്നല്ല, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനാണ് ഇന്ത്യ കൈകൊടുക്കുന്നത്. അത് നമ്മുടെ സ്ട്രാറ്റജിക്കൽ പാർട്ണർഷിപ്പിന്റെ ആവശ്യമാണ്. താലിബാൻ അധികാരത്തിലേറിയ ജനതയോട് നമുക്കുള്ളൊരു സഹാനുഭൂതിയുടെ ഭാഗം തന്നെ. മാത്രമല്ല സാർ, നമ്മൾ ചർച്ചയ്ക്ക് മുന്നേ സാർ പറഞ്ഞൊരു വാചകം ഞാൻ എടുത്ത്, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. എക്സാക്ട്ലി. അപ്പോൾ ആ രീതിയിലാണുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തുടർ ചർച്ചകളായി കാണാം. നമസ്കാരം.